അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. സെയ്തിൽ വി ചെർപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബുകളെ, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ മുന്നർക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറീസ് വരെ ഉണ്ട്. നമുക്ക് ഇന്ന് കാണാനുള്ള പ്രോപ്പർട്ടി ഇവിടുന്ന് വെറും 350 മീറ്റർ മാത്രമാണ്. മാത്രമല്ല ഇതിൻ്റെ അടുത്ത് പള്ളി, മദ്രസ, സ്കൂൾ, അമ്പലം, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. 350 അര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കേട്ടോ. 350 മീറ്റർ മാത്രമാണ് പള്ളിയിലേക്കും മദ്രസയിലേക്കും സ്കൂൾക്കുള്ള ദൂരം. അര കിലോമീറ്ററിൽ കൂടില്ല എന്ന് മാത്രം. കാരണം വെറും 35,000 ഉറുപ്പ്യക്ക് ഒരു സെൻറ്റിന്. അപ്പോൾ 40 സെൻറ്റാണ് കൊടുക്കുന്നത്. 10 സെൻറ്റ് 3.5 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത്. നല്ല പറമ്പ്, വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം. ഇൻഷാ അല്ലാഹ് ഫുള്ളായിട്ട് കണ്ടിട്ട് പോരാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒറ്റപ്പാലം എന്ന് പറയുന്ന റോഡാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് 13 കിലോമീറ്ററാണ്. നമ്മുടെ സ്ഥലത്തേക്ക് 15 കിലോമീറ്ററാണ് ദൂരം. ഇതാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത്, പൂക്കോട്ടുകാവ് ടൗൺ. ഈ ഓട്ടോ സ്റ്റാൻഡുകളൊക്കെ നിൽക്കുന്ന ഏരിയ. ഇവിടുന്ന് മണ്ണാർക്കാട്ടേക്കുള്ള ദൂരമാണ് 25 കിലോമീറ്റർ. മാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്താണ് അമ്പലം. ഇതാണ് അമ്പലം. നമ്മുടെ മാർച്ച് 7-ാം തീയതി പൂരത്തിൻ്റെ പോരിട്ടാണ്. പൂക്കോട്ടുകാളെ പൂരമാണ്. നല്ല കാളവേലയോട് കൂടിയിട്ടുള്ള പൂരം ഉത്സവം കാണണമെങ്കിൽ മാർച്ച് 7-ാം തീയതി വരണം നിങ്ങൾ. അതുപോലെ തന്നെ കമ്പോളങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകളൊക്കെ ഉണ്ട്. 2 ബാങ്ക് അപ്പുറത്തും കേട്ടോ. അവിടെ സർവീസ് സഹകരണ ബാങ്കുകളാണ്. ഇതാണ് അമ്പലത്തേക്കുള്ള റോഡ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ റോഡിൽ കൂടെ നമുക്ക് പോകേണ്ട ദൂരം 2 കിലോമീറ്ററാണ്. ആ 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്ഥലവും പള്ളിയും മദ്രസയും അതുപോലെ തന്നെ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ സൗകര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഹബീബിനോട് പറയുന്നത് ഒരിക്കൽ കൂടി, പൂക്കോട്ടുകാവ് പഞ്ചായത്താണ്, ഒറ്റപ്പാലം താലൂക്കിലാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഇവിടേക്ക് 13 കിലോമീറ്ററും നമ്മുടെ സ്ഥലത്തേക്ക് 15 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ മണ്ണാർക്കാട് ഒറ്റപ്പാലം ബസ് റൂട്ട് പറയുന്നത് കേട്ടോ. ഇവിടെ കമ്പോളങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് ബസ് റോഡ് ചെർപ്പളശ്ശേരി പാലക്കാട്ടേക്ക് പോകുന്ന ബസ് റോഡ്. ഏത് വഴി വെച്ചാൽ തിരുക്കടേരി, പൂക്കോട്ടുകാവ്, മുന്നർക്കോട് വഴി പൂക്കോട്ടുകാവ്, പത്തിരിപ്പാല, പാലക്കാട് പോകുന്ന ബസ് റൂട്ടാണ്. ഇതാണ് ജുമാ മസ്ജിദ്. ഈ മസ്ജിദിൻ്റെ അവിടുന്ന് വെറും 350 മീറ്റർ മാത്രമാണ് ഇന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടുന്ന് 350 മീറ്റർ, മദ്രസയുടെ അവിടുന്ന് 350 മീറ്റർ, എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഈ സ്ഥലം 3.5 ലക്ഷം രൂപയ്ക്ക് 10 സെൻറ്റാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഇതാണ് ബസ് റൂട്ട്, കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് നമ്മുടെ ബസ് റൂട്ട് എന്ന് പറയുന്നത്. എവിടെ നിന്ന് വരുന്ന റൂട്ട് എന്നറിയോ? ശരിക്ക് പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം വെറും 150 മീറ്റർ മാത്രമാണ്. ഈ റോഡിലാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വീടിൻ്റെ അപ്പുറത്താണ് ബസ് റൂട്ട്. അത് ആ പോസ്റ്റ് കാണാനല്ലേ, ആ പോസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഈ പാലം, അവിടെയാണ് ബസ് റൂട്ട്. അവിടുന്ന് നമുക്ക് ഇവിടേക്ക് ഒരു 50 മീറ്ററും ഇവിടുന്ന് അങ്ങോട്ട് ഒരു 100 മീറ്ററും. അപ്പോൾ 150 മീറ്റർ. ഇതിനൊക്കെ വീടുകളുണ്ട്. ഈ കയറി പോകുന്ന ഭാഗത്തൊക്കെ വീടുകളാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീടുകളില്ല. 2 ഏക്കർ പറമ്പായതുകൊണ്ട് ഇതുണ്ടോ, ഇതൊക്കെ നല്ല നല്ല വീടുകൾ, നല്ല ഹൈ ലെവലുള്ള വീടുകളാണ്. കുഴപ്പമില്ല കേട്ടോ. അതുപോലെ അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇതിൻ്റെ താഴോട്ടൊക്കെ കൊടുക്കാനുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ അത് 70-80 റേറ്റ് ചോദിക്കുന്നത്. ഈ സ്ഥലം മാത്രമാണ് ഇപ്പോൾ വില കമ്മിയുള്ളത്. ഇവിടുന്ന് ഫസ്റ്റ് കയറുന്ന ഈ വണ്ടി നിൽക്കുന്ന ഒരു ഫ്ലോട്ടിന് നമ്മൾ ലാസ്റ്റ് റേറ്റാണ് 40 റുപ്യ കേട്ടോ. അതിൻ്റെ മേലേക്ക് നമുക്ക് 30 വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ട് മാത്രമാണ് ഇതിൽ കൊടുക്കാനുള്ളത് 40 റുപ്യ പ്രകാരം. നല്ല നിരന്ന സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട്. 12 അടി റോഡ്. ഈ റോഡ് കണ്ടില്ലേ, 12 അടി റോഡുണ്ട് കേട്ടോ. നല്ല പറമ്പാണ്, നല്ല സൂപ്പർ പറമ്പാണ്. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഈ പറമ്പിൻ്റെ. അതുകൊണ്ടാണ് ഇത്രയും വില കമ്മിയായിട്ട് ഇതിൻ്റെ ഓണർ കൊടുക്കുന്നത്. മാത്രമല്ല അവർക്ക് പൈസക്ക് കുറച്ച് അർജൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു പാർട്ടിയാണ്. ഇതൊക്കെ നമ്മുടെ 35 റുപ്യയിൽ പെടും കേട്ടോ. ഈ സ്ഥലമൊക്കെ നമുക്ക് 35 റുപ്യക്ക് നല്ല പറമ്പിലാണ്, നല്ല വീട് വെക്കാം. അപ്പോൾ ഇത് മൊത്തമായിട്ടാണെങ്കിലോ നമുക്ക് ഒന്നിച്ച് മേടിക്കാം, ചെറിയൊരു വിലയും കൂടി കമ്മിയാക്കിയിട്ട്. അല്ലേ? അപ്പോൾ ജ്യേഷ്ഠന്മാർ, കുടുംബങ്ങളായിട്ടുണ്ടെങ്കിൽ 4-5 പേർക്ക് വീട് വെക്കാം. കാരണം 35 സെൻറ്റ് സ്ഥലമുണ്ട്. ഇനിയോ ആധാരത്തിൽ കാണുന്ന റെക്കോർഡ് പ്രകാരം അളന്ന് കാണുന്ന സെൻറ്റിൻ്റെ വിലയാണ് പറയുന്നത് 35. പിന്നെ ഇതാണൊരു ഫ്ലോട്ട്. അപ്പോൾ ഒരു 3 വീട് വെക്കുക എന്നുണ്ടെങ്കിലേ സുഖമായി. കാരണം എന്താ പറയുക, കുറച്ച് സ്ഥലം, മുറ്റം, ബാക്കിലേക്ക് സ്ഥലം ഒക്കെ ഉണ്ടാവും. ഇതാണ് ഏറ്റവും ലാസ്റ്റിലുള്ള സ്ഥലം. അല്ലേ? വെറും 35,000 റുപ്യക്ക് 12 അടി റോഡാണ്. ഇതാണ് കാലടി. ഇതാണ് കാലിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. ഇതൊരു കാലാണ്. ഇവിടുന്ന് അങ്ങോട്ട് 12 അടി റോഡാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ നമുക്കിവിടെ വെള്ളത്തിലോ മറ്റുള്ള ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല. പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്. അതും ഹയർ സെക്കൻഡറി സ്കൂള് ഒക്കെ 350 മീറ്റർ കേട്ടോ. ഒന്ന് ശരിക്കും കാണിച്ചു കൊടുക്കുക, ഒന്നും കൂടെ കാണിച്ചു കൊടുക്കുക. കാരണം ജനങ്ങൾ കാണട്ടെ. 35,000 റുപ്യക്ക് എവിടെയെങ്കിലും പറമ്പ് കിട്ടൂല. വീട് കയറ്റാൻ പറ്റിയ സ്ഥലം, അതും എവിടെ? ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം ഒരു 100-150 മീറ്ററാണ്. കൂടുതൽ ദൂരമല്ല. ആ കയറി വരുന്ന ഭാഗത്തൊക്കെ വീടുകളാണ്. ഇത് 2 ഏക്കർ ആയതുകൊണ്ടാണ് അവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം കാണുന്നത് നിങ്ങൾ. പക്ഷേ ഇതൊക്കെ കൊടുക്കാനുള്ള സ്ഥലമാണ്. മുറിച്ച് ഇത് വീടുകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ വില മാറി. ഇപ്പോഴത്തെ അർജൻറ്റ് ആവശ്യത്തിനാണ് കൊടുക്കുന്നത്. 35 റുപ്യക്ക് കണ്ടില്ല, നല്ല സ്ഥലം കണ്ടില്ലേ? എവിടെ കിട്ടുക? ഇവിടെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കാരണം എന്താ അറിയോ, ഇത് 2 ഏക്കർ വളപ്പാട് മൊത്തം. അതായി വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതിൽ 3-4 വീടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോലം മാറി.
3-4 വീട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിലയോ ഇതല്ല. കാരണം റോഡ് സൈഡിൽ 1.5 1.25 വില. ആ സ്ഥാനത്താണ് നിങ്ങൾക്ക് 35 വരുന്നത്. ഇതാണ് 40 രൂപ സ്ഥലം. ഫസ്റ്റിൽ കയറുന്ന എൻ്റെ വണ്ടി നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികൾ, ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക. ഇനി നിങ്ങൾക്ക് അവസാനമായിട്ട് മദ്രസയോട് കാണിച്ചു തരാനുണ്ട്. അത് ഞാൻ വെയിൻ്റെ പീനോടൊന്ന് കാണിച്ചു തരാം. അവിടുന്ന് ദൂരം 350 മീറ്ററാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സ്ഥലം കണ്ടു അല്ലേ. പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാം, ഇത് ഞങ്ങൾ രാവിലെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു ചായക്കടയാണ്, നമ്മുടെ നാട്ടിലെ ചായക്കട. ഇത് രാവിലെ 9-10 മണി വരെ ഉള്ളൂ കേട്ടോ. രാവിലെ ഒരു 5 മണി മുതൽ ഒരു 9 മണി വരെയുള്ള കച്ചവടമാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ചായ കുടിക്കാറും ചൊറ പറയലും നാട്ടുകാര്യങ്ങളൊക്കെ പറയൽ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ, ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ പിന്നെ മദ്രസയും പള്ളിയൊക്കെ. പള്ളികൾ കണ്ടു കഴിഞ്ഞു, ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇതാണ് മദ്രസ മുകളിൽ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ബോർഡ് അപ്പുറത്താണ്. ആ ബോർഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പുറത്ത് ആ ബോർഡ് കാണിച്ചു കൊടുക്കുക, മദ്രസ. അപ്പോൾ നമ്മുടെ മുകളിലാണ് മദ്രസ, താഴെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ കാണേണ്ടത്, നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ഏരിയയിലാണ് നമ്മളെ ഈ സ്ഥലം. അതായത് വീടുകളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് 350 മീറ്റർ ചുറ്റളവിൽ ഈ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബസ് റൂട്ടാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, അതും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ബസ് റൂട്ടിൽ നിന്ന് 350 മീറ്റർ മാത്രം മാറിയിട്ടുള്ള നല്ല പ്രോപ്പർട്ടി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് ദൂരം 15 കിലോമീറ്റർ, മണ്ണാർക്കട്ടേക്ക് അടുത്ത്. അതുപോലെ തന്നെ പാൽ സൊസൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ തൊട്ടടുത്ത് ആ ഷെഡ് വെച്ചതൊക്കെ പാൽ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ അടുത്ത് ഞങ്ങളിങ്ങനെ ഒരു രാവിലെ ഇരുന്ന് ചൊറ പറയുമ്പോഴേ ഒരുപാട് ആളുകളുണ്ടാവും. ചായ കുടിക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് രാവിലെ സമയത്ത് മാത്രം. അപ്പോൾ എൻ്റെ നാടും കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട അഭിയങ്ങളെ, 35,000 രൂപ ഒരു സെൻറ്റിന് കിട്ടുക വലിയൊരു ലാഭം തന്നെയാണ്, യാതൊരു സംശയമില്ല. പറമ്പ് എവിടെ കിട്ടുക, നിലമ്പട ആധാരത്തിൽ നിലമാണെങ്കിൽ കൂടി കിട്ടൂല. ഇത് പറമ്പാണ്, ജമ്മന്തീര് ആധാരമാണ്, എല്ലാ രേഖകളും ക്ലിയറാണ്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ 70-80 വില പറയുന്നത്. അതൊക്കെ ഭാവിയിലേക്ക് ഇങ്ങനെ 35-20 സെൻറ്റ് വാങ്ങിയിട്ട് വീട് വെക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. കാരണം സ്കൂള്, പള്ളി, മദ്രസ, അമ്പലം തുടങ്ങിയ എല്ലാ സൗകര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഹബീബികളെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹസ്സലാമ.